അമ്പട ജാക്കടി. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഡബിൾ ഡെക്കർ ബസ് കയറാൻ വേണ്ടിയിട്ട്. ഞാനിത് അച്ഛൻ്റെ കൂടെയും അമ്മേൻ്റെ കൂടെയും പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അവരുടെ തിരക്ക് കാരണം ഒന്നും നടന്നില്ല. അവരെ കുറ്റം പറയാനും പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇന്ന് എൻ്റെ ആഗ്രഹം നടക്കാൻ പോവുകയാണ് ഗൈസ്. ഇന്നെന്താണെന്ന് അറിയത്തില്ല, ഞാൻ ഇന്ന് നേരത്തെ എഴുന്നേറ്റു. സ്കൂളിൽ പോകുമ്പോൾ ഒന്നും ഞാൻ എഴുന്നേൽക്കാറില്ല, അവരാണ് എന്നെ എഴുന്നേൽപ്പിക്കാറ്. ഇന്ന് ഞാൻ അവർക്ക് 2 അടി കൊടുത്ത് എഴുന്നേൽപ്പിച്ചു. സാധാരണ നേരെ തിരിച്ചാണ് കേട്ടോ. സ്കൂളിൽ പോകുന്നവരെല്ലാം അവരാണ് എന്നെ അടി തന്ന് എഴുന്നേൽപ്പിക്കാറ്. ഗായ്സ്, ഇതുപോലെ അടി വാങ്ങുന്ന ആർക്കുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തു. സാധാരണ ഞങ്ങൾ എൻ്റെ അച്ഛൻ്റെ കാറിലാണ് പോക്ക്. ഇന്ന് ഞങ്ങൾ ബസ്സിനാണ് പോയത്. പക്ഷേ കാറിനൊരു ചെറിയൊരു വിഷമം. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ചിലപ്പോൾ കാറിനെയും കൂട്ടാത്തതുകൊണ്ടേയിരിക്കും. ബസ് കയറിയപ്പോൾ ഞാൻ ഏറ്റവും ഫ്രണ്ട് സീറ്റിലിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് വ്യൂകൾ കാണാമല്ലോ. ഞാൻ വ്യൂകൾ കാണുമ്പോൾ ബസ് ഡ്രൈവർ അങ്കിളെല്ലാം എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ ആൻസേഴ്സ് എല്ലാം പറയുന്നുണ്ട്, പക്ഷെ എൻ്റെ കണ്ണ് ഫുള്ളും കാഴ്ചകളിലായിരുന്നു. ഡ്രൈവർ അങ്കിളിൻ്റെ കൂടി സംസാരിച്ചും വ്യൂകൾ കണ്ടുകൊണ്ടും ഞങ്ങൾ പെട്ടെന്ന് ദുബായിലെത്തി. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം 4 മണിയായി. അവിടെ എത്തിയപ്പോൾ നല്ല വിശപ്പ്. പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല. ഞങ്ങൾ ശരവണ ഹോട്ടലിലേക്ക് കയറി. 3 വടയും 2 ചായയും ഓർഡർ ചെയ്തു. ഞാൻ ചായ ഒന്നും കുടിക്കാറില്ല കേട്ടോ. വടയുടെ ടേസ്റ്റ് കാരണമാണോ വിശപ്പ് കാരണമാണോ എനിക്കറിയത്തില്ല. ഞാൻ 1 വടയും കൂടി ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ശ്രീകൃഷ്ണ ടെമ്പിളിലേക്കാണ് പോയത്. ആ വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ല. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇട്ട് തരാം കേട്ടോ ഗൈസ്. കൂടാതെ ഞാൻ ബോട്ട് സഫാരിക്കും കൂടിയും പോയിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡബിൾ ഡെക്കർ കയറാൻ വേണ്ടി മാത്രം ഞങ്ങൾ ദുബായ് ടു ഷാർജയിൽ പോയി. ബർദുബായ് സ്റ്റാൻഡിൽ അവിടെ ഒരു ഡബിൾ ഡെക്കർ ബസ് കിടക്കുന്നത് കണ്ടു. ബർദുബായ് ബസ് സ്റ്റാൻഡിൽ ഡബിൾ ഡെക്കർ ബസ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഒന്നും നോക്കിയില്ല ഗൈസ്, ഓടി ബസ് കയറി. ആദ്യം ഞങ്ങൾ ബാക്കിലായിരുന്നു. അപ്പോൾ എനിക്ക് സങ്കടമായി. അപ്പോൾ എൻ്റെ അച്ഛൻ നോക്കി ഫ്രണ്ട് സീറ്റിലേക്ക് പോയി. അപ്പോൾ അവിടെ ഒരു സീറ്റ് കിടന്നു. അന്നേരം അച്ഛൻ എന്നെ വിളിച്ചു, എൻ്റെ മദറിനെ വിളിച്ചിട്ട് അവിടെ ഇരുത്തി. ആ യാത്രയുടെ വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള എപ്പിസോഡ്സ് എല്ലാം നെക്സ്റ്റ് വീഡിയോയിലിടാം. ബായ്, വണക്കം. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.